നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, കാസർഗോഡ് ജില്ലയിൽ നമ്മൾ ആരംഭിക്കുന്ന ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് അഥവാ IIPD എന്ന പ്രോജക്റ്റിൻ്റെ കർമ്മ പദ്ധതിയിലേക്കുള്ള ആദ്യ ചുവട് സധൈര്യം മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ ഫെബ്രുവരി 23 ഞായറാഴ്ച വൈകിട്ട് 5:30 കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറും ചിത്ര ചേച്ചിയും ചേർന്ന് തുടക്കം കുറിക്കുന്ന ഈ പദ്ധതി 1000 ദിവസങ്ങളെ കൊണ്ട് പൂർത്തിയാക്കി സമൂഹത്തിന് മുന്നിലേക്ക് സമർപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകൾ ഒപ്പം ഉണ്ടാവണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഒരു വർഷം മുമ്പ് തുടങ്ങേണ്ടിയിരുന്ന IIPDയുടെ പ്രവർത്തനങ്ങൾ ഇത്രയും വൈകിപ്പോയതിൻ്റെ കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ സുതാര്യവും സംശുദ്ധവുമാണെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ അത് നടന്നിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ വർഷം ഇക്കാലത്ത് പലവട്ടം വായിച്ച് സ്വയം മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടൊരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ന്യൂയോർക്ക് സിറ്റിയിലെ മൻഹട്ടനിൽ നിന്ന് ബ്രൂക്ലിനിലേക്ക് നീണ്ടുകിടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും നീളം കൂടിയ ഹൈബ്രിഡ് സ്റ്റീൽ കേബിൾ സസ്പെൻഷൻ ബ്രിഡ്ജിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. 1883 പണി കഴിഞ്ഞ ഈ പാലത്തിലൂടെ 5 വാഹനങ്ങൾക്ക് ഒരുമിച്ച് പോകാനുള്ള വീതിയുണ്ട്. ഏകദേശം 14 വർഷത്തോളം ഇതിൻ്റെ പണിക്കായിട്ടെടുത്തു. പക്ഷേ ആ 14 വർഷങ്ങൾക്കുള്ളിൽ ലോകം ഇന്നുവരെ കണ്ടതും കേട്ടതുമായ അപാരമായൊരു മോട്ടിവേഷണൽ സ്റ്റോറിയുണ്ട്. ജോൺ റോബ്ലിംഗ് എന്ന ഒരു എഞ്ചിനീയറുടെ തലയിലാണ് ആദ്യമായിട്ട് ഈ ഒരു ആശയം ഉണർന്നത്. ഇത്രയും നീളവും വീതിയുള്ള ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന ആശയം വെറും മണ്ടൻ സങ്കല്പമാണെന്നും ഗവൺമെൻറ്റിൽ നിന്ന് പണം തട്ടാനുള്ള വഴികളാണ് എന്നും പറഞ്ഞ് സകല എഞ്ചിനീയർമാരും അതിനെതിരെ കൂട്ടം ചേർന്ന് ആക്രമണം നടത്തി. അതുമാത്രമല്ല, അദ്ദേഹത്തിനെതിരെ അപവാദ കഥകൾ പടച്ചുവിട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ മകനും അദ്ദേഹത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. മകൻ വാഷിങ്ടൺ റോബ്ലിംഗ് അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒപ്പം കൂടി. പാലം പണി തുടങ്ങി. പക്ഷേ വിധി വീണ്ടും എതിരായി. ഒരു ദിവസം പകുതി പണി തീർന്ന പാലം തകർന്നു വീണു. 12 പേർ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു. 36 പേര് ഗുരുതരമായ കണ്ടീഷനിൽ ആശുപത്രിയിലായി. പക്ഷേ ഏറെ ദുഃഖകരമായത് ജോൺ റോബ്ലിംഗും ഈ അപകടത്തിൽ മരിച്ചുപോയി എന്നതാണ്. അദ്ദേഹത്തിൻ്റെ മകൻ വാഷിങ്ടൺ റോബ്ലിംഗ് തലയ്ക്ക് പരിക്കേറ്റ് ആശുപത്രിയിലുമായി. ആർക്കും ഒരു സഹതാപം ഉണ്ടായില്ല. അപവാദങ്ങളുടെയും ആക്രോശങ്ങളുടെയും കല്ലുകൾ ആ കുടുംബത്തിന് നേരെ ആളുകൾ എറിഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു അച്ഛൻ്റെയും മകൻ്റെയും അഹങ്കാരത്തിനും അതുപോലെ തന്നെ ഭ്രാന്തിനും കിട്ടിയ ശിക്ഷയാണ് എന്ന് പത്രങ്ങൾ കറുത്തക്ഷരത്തിൽ അച്ചടിച്ചു വിട്ടു. വാഷിങ്ടൻ്റെ ജീവിതം ആശുപത്രിയിൽ തന്നെയായി. തലയ്ക്ക് പറ്റിയ ആഘാതത്തിൽ അദ്ദേഹത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു. സംസാരശേഷി പൂർണ്ണമായിട്ടും ഇല്ലാതെയായി. പാലം പണി നിലച്ചുപോയി. ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും സ്വപ്നം സഫലമാക്കാൻ വേണ്ടിയിട്ട് വാഷിങ്ടൻ്റെ ഭാര്യ എമിലി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. തനിക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു വിരൽ കൊണ്ട് എമിലിക്ക് മനസ്സിലാവുന്ന ഒരു കോഡ് ഭാഷയിൽ ആശയങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. ഒപ്പം നിൽക്കാൻ ചില യുവ എഞ്ചിനീയർമാരും മുന്നോട്ട് വന്നു. പാലം പണി പുനരാരംഭിച്ചു. അപ്പോഴും ഒരു വിഭാഗം ആളുകൾ അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല അടവുകളും പ്രയോഗിച്ചു. പക്ഷേ വാഷിങ്ടൺ തോറ്റില്ല, എമിലി തോറ്റില്ല, ഒപ്പം നിന്ന എഞ്ചിനീയർമാർ തോറ്റില്ല. നീണ്ട 13 വർഷങ്ങൾ കൊണ്ട് ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും നീളവും വീതിയുമുള്ള തൂക്കുപാലം യാത്രക്കാർക്കായി തുറന്നു കൊടുത്തു. കോടിക്കണക്കിന് വാഹനങ്ങളും ആളുകളും ആ പാലത്തിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞു, ഇന്നും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. നാം ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചു എന്നതല്ല, എന്ത് ചെയ്തു മടങ്ങിപ്പോകുന്നു എന്നതാണ് കാലം വിലയിരുത്തുന്നത്. ഈ IIPD എന്ന പദ്ധതി തുടങ്ങാൻ മടിക്കൈ എന്ന പ്രദേശത്ത് 20 ഏക്കർ സ്ഥലം വാങ്ങാൻ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് ധനസഹായം നൽകിയ MK ലൂക്ക എന്ന മനുഷ്യസ്നേഹി അതിൻ്റെ തുടക്കം കുറിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മളോടൊപ്പം ഇല്ല എന്നത് ദുഃഖകരമാണ്. ബ്രൂക്ലിൻ ബ്രിഡ്ജിലൂടെ ജോൺ റോബ്ലിങ്ങിനെ ഓർക്കുന്നത് പോലെ തന്നെ IIPDയിലൂടെ ലൂക്ക സാറിനെ കാലം തീർച്ചയായിട്ടും കരളിൽ കൊണ്ട് നടക്കും. എത്രയോ ഭിന്നശേഷിക്കാർക്ക് ആശ്വാസമാകുന്ന ഈ പദ്ധതിയിലൂടെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിക്കഴിഞ്ഞാലും വാഷിങ്ടനെ പോലെ എമിലിയെപ്പോലെ ഒപ്പമുണ്ടായിരുന്ന ചെറുപ്പക്കാരായ ഒരു കൂട്ടം എഞ്ചിനീയർമാരെ പോലെ IIPD എന്ന സ്വപ്നം സഫലമാക്കുക എന്നത് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വലിയ സംരംഭത്തിലേക്ക് സധൈര്യം ഞങ്ങൾ കാലെടുത്ത് വയ്ക്കുകയാണ്. സ്നേഹം, നന്ദി.